ഒരൊറ്റ ചോദ്യം ഇന്ന് ഗോസ്പലിൽ ചോദിക്കട്ടെ. ദൈവം അൺഫെയർ ആണോ? അൺഫെയർ ആണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം ഇത് ഗോസ്പലിലുള്ള തെളിവാണ്. ഒരു യജമാനൻ 3-ാം മണിക്കൂറും 6-ാം മണിക്കൂറും 9-ാം മണിക്കൂറും 10-ാം മണിക്കൂറും 11-ാം മണിക്കൂറിലും ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ ജോലി കൊടുത്ത് തുല്യ ശമ്പളം കൊടുത്താൽ അൺഫെയർ അല്ലാതെ എന്ത് പറയും? അതെങ്ങനെ ശരിയാകും? രാവിലെ മുതലേ പണിയെടുത്തവനും അവസാനം വന്ന പണിയെടുത്തവനും തുല്യ ശമ്പളം ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജോലിക്കനുസരിച്ച് ശമ്പളം കൊടുത്താൽ പോരെ? ദൈവം അങ്ങനെ ചെയ്തില്ല. അതിന് റീസൺ എന്താണെന്നറിയോ? അതെന്ത് ഗോസ്പലിൽ നമുക്ക് മനസ്സിലാവും. ദൈവം അൺഫെയർ ആയാലേ കാരണം കൃത്യമാണ്. 1 ദിനാറ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ചന്തസ്ഥലത്ത് ജോലിക്ക് ആളെ യജമാനൻ സെലക്ട് ചെയ്തത്. യജമാനൻ പോയി ജോലി തുടങ്ങി. വീണ്ടും ചന്തസ്ഥലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് പേരെ കണ്ടു. അവരെ വിളിച്ച് ജോലിക്ക് വരാൻ പറഞ്ഞു. ഇങ്ങനെ എൻഡിങ് ടൈമിൽ പോലും യജമാനൻ ചന്തസ്ഥലത്ത് നിന്നപ്പോൾ കുറച്ച് പേരെ കണ്ടു. അപ്പോൾ യജമാനൻ ചോദിച്ചു, നിങ്ങളെന്താ പണിക്ക് പോകാത്തത്? അവർ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഞങ്ങളാരും വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത്. ഞങ്ങൾ ആരെങ്കിലും ഇനിയെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഞങ്ങൾ ഈ ചന്തസ്ഥലത്ത് കാത്തിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ യജമാനൻ മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ആ ചന്തസ്ഥലത്ത് കാത്തിരുന്നവൻ്റെ ഉള്ളിലെ വേദനയാണ്. കാര്യം 1 ധനാറ എന്ന് പറഞ്ഞാൽ അന്ന് 1 ദിവസത്തെ വേതനമാണ്. ആ 1 ദിവസത്തെ വേതനത്തിൻ്റെ പ്രത്യേകത അന്ന് 1 ദിവസത്തെ ഭക്ഷണമാണ്. ഈ മനുഷ്യൻ തിരിച്ച് ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇവനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണമുണ്ട്. ഇങ്ങനെ അപ്പൻ വരുന്നതും കാത്ത് ഒരു വീട് തീ കത്തി ആ അടുപ്പിൽ അരിയിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ അപ്പൻ എന്ത് കൊണ്ടുപോകുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബം പട്ടിണിയാകാതെ കിടക്കാൻ അന്ന് ആ 1 ധനാറ അത്യാവശ്യമാണ്. ഇതറിയാവുന്നവൻ മറ്റാരുമല്ല, ആ യജമാനനാണ്. അവനറിയാം ഈ 1 ധനാറ 1 ദിവസത്തെ ഭക്ഷണമാണെന്ന്. ഒരു നേരം പട്ടിണി കിടക്കാതെ മക്കളും കുട്ടികളും കിടക്കാനുള്ള ആവശ്യമാണെന്ന്. അതുകൊണ്ട് അവൻ തുല്യ ശമ്പളം കൊടുത്തു. 1 ധനാറ വീതം രാവിലെ വന്നവൻ മുതൽ അവസാനം വന്നവൻ വരെ കൊടുത്തു. എത്ര ചോദ്യങ്ങളുണ്ടായാലും യജമാൻ അവൻ ചെയ്ത ജോലിയല്ല നോക്കുന്നത്, മറിച്ച് അവനെയും കാത്തു നിൽക്കുന്ന ഭാര്യയും മക്കളെയാണ് ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യജമാൻ അൺഫെയർ ആകുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവം അൺഫെയർ ആകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട്. ചില സമയങ്ങളിൽ ഈ ഗോസ്പൽ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയോ? അൺഫെയർ ആയിരിക്കണം. മുമ്പിലിരിക്കുന്നവൻ്റെ ആവശ്യമല്ല മനസ്സിലാക്കേണ്ടത്, അവൻ്റെ പിന്നാലെ അവനെയും കാത്തിരിക്കുന്ന ചില മനുഷ്യരുണ്ടെന്ന് മറന്നു പോകരുത്. ചിലയിടങ്ങളിൽ നമ്മൾ അൺഫെയർ ആകുമ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന കരുണയും സ്നേഹമാണെന്ന് മറന്നു പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.